എരുമേലിയിൽ അയ്യപ്പൻ്റെ അമ്പലത്തിനോടടുത്ത് തന്നെ അയ്യപ്പൻ താമസിച്ചു എന്ന് കരുതുന്ന ഒരു വീടുണ്ട്. അതാണ് നിങ്ങൾ ഈ കാണുന്ന പുത്തൻ വീട്. എരുമേലി അയ്യപ്പ ദർശനത്തിനായി വരുന്ന പല ഭക്തന്മാർക്കും അറിയാത്തൊരു വീടാണിത്. വർഷങ്ങൾക്ക് മുൻപ് മഹിഷി നിഗ്രഹത്തിനായി അയ്യപ്പൻ എരുമേലിയിൽ വരികയും വിശ്രമത്തിനായി വെളിച്ചം കണ്ട ഈ പുത്തൻ വീട്ടിലേക്ക് ചെല്ലുകയും ചെയ്തു. വീട്ടിൽ വന്ന സമയത്ത് അവിടെ ഒരു പ്രായമായ മുത്തശ്ശി മാത്രമാണ് ഉണ്ടായിരുന്നത്. മുത്തശ്ശി അയ്യപ്പന് വിശ്രമിക്കാൻ സ്ഥലവും കഴിക്കാൻ ഭക്ഷണവും നൽകി. ജനങ്ങളെ ക്രൂരമായി ഭീതിപ്പെടുത്തുന്ന മഹിഷി എന്ന രാക്ഷസിയെപ്പറ്റിയും മുത്തശ്ശി അയ്യപ്പനോട് പറയുകയുണ്ടായി. പുരുഷന്മാരോട് വൈരാഗ്യമുള്ള രാക്ഷസി ആയതുകൊണ്ട് തന്നെ രാത്രിയിൽ ഇവിടെ തങ്ങണ്ട എന്ന് മുത്തശ്ശി അയ്യപ്പനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അയ്യപ്പൻ അവിടെ തന്നെ താമസിച്ചു. രാത്രിയിൽ മുത്തശ്ശി ഉറങ്ങിയ സമയത്ത് കാട്ടിൽ പോയി അയ്യപ്പൻ മഹിഷിയെ വധിക്കുകയും തിരിച്ച് മുത്തശ്ശിയുടെ അടുത്ത് വന്ന് താൻ മഹിഷിയെ വധിച്ച കഥ പറയുകയും ചെയ്തു. കൂടാതെ താൻ നിഗ്രഹിക്കാൻ ഉപയോഗിച്ച ഉടവാൾ മുത്തശ്ശിക്ക് സമ്മാനമായി നൽകുകയും ചെയ്തു. മഹിഷിയെ വധിക്കാനായി അയ്യപ്പൻ ഉപയോഗിച്ചതും മുത്തശ്ശിക്ക് സമ്മാനമായി നൽകിയതും എന്ന് പറയപ്പെടുന്ന ആ വാൾ ഇപ്പോഴും ആ പുത്തൻ വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ വിളക്കൊളുത്തി ആരാധിക്കുന്നുണ്ട്. കൂടാതെ അയ്യപ്പൻ വിശ്രമിച്ചു എന്ന് കരുതുന്ന ആ സ്ഥലവും അവിടെ ചെന്നാൽ നമുക്ക് കാണാൻ കഴിയും. 1000ഓളം വർഷം പഴക്കം വരുന്നു എന്ന് പറയപ്പെടുന്ന ആ വീട് ഇപ്പോഴും അതിൻ്റെ പഴമ കളയാതെ തന്നെയാണ് ആ വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ സൂക്ഷിച്ചിരിക്കുന്നത്. ഇടയ്ക്ക് ആ വീട്ടിൽ തീപിടുത്തം ഉണ്ടാവുകയും മേൽക്കൂരയുടെ കുറച്ച് ഭാഗം മാത്രം നഷ്ടപ്പെടുകയും ചെയ്തു. എന്നാൽ അയ്യപ്പൻ്റെ വാൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് തീ പടർന്നപ്പോൾ അത് താനെ കെട്ടുപോയി എന്നും പറയപ്പെടുന്നു. പുത്തൻ വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥർ ഇപ്പോഴും അയ്യപ്പൻ്റെ ആ വാളും ആ പഴയ വീടും നല്ല രീതിയിലാണ് സംരക്ഷിക്കുന്നത്. ഈ പുത്തൻ വീട് സ്ഥിതി ചെയ്യുന്നത് എരുമേലി ചെറിയമ്പലത്തിൽ നിന്നും പേട്ടത്തുള്ളി വലിയമ്പലത്തിലേക്ക് പോകുന്ന വഴി ഇടത് സൈഡിലായിട്ടാണ്. ചെറിയ വഴിയിലൂടെ ഉള്ളിലേക്ക് കയറിയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇതിനെപ്പറ്റി അറിയുകയില്ല.